മനുഷ്യൻ്റെ സ്വഭാവം അനുഭവങ്ങളനുസരിച്ച് അവസരമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഞാൻ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഒരു ഫലവൃക്ഷമുണ്ടെന്ന് കരുതുക. ഒരു മാവ് ഞാൻ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നട്ട് വളർത്തിക്കൊണ്ട് വരിക. അതിലാദ്യത്തെ ഒരു മാങ്ങ ഉണ്ടായി. ആ മാങ്ങ ഞാൻ വളരെ കാര്യമായിട്ടൊക്കെ വളർത്തിക്കൊണ്ട് വരിക. അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു കൊച്ചുണ്ട്. ആ കൊച്ച് എപ്പോഴും എൻ്റെ വീട്ടിൽ വരും. ആ കൊച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ എനിക്കിഷ്ടമാണ്, ഈ മാവും എനിക്കിഷ്ടമാണ്. അങ്ങനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ കഴിയുമ്പോൾ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഈ കൊച്ചിനോട് ഞാൻ പറഞ്ഞു, കൊച്ചു ഈ മാങ്ങ പറിക്കാനായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. ഞാൻ കൊച്ചിനോട് പറഞ്ഞു, മോനെ അത് പറിക്കരുത്, അത് മൂത്തിട്ടില്ല, അത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് പാകമായി കഴിയുമ്പോൾ നമുക്കത് പറിച്ചിട്ട് നമുക്കത് കഴിക്കണം. ഇത് ആദ്യമായിട്ടുണ്ടാകുന്നതാണ്, ഇത് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അറിയണമെങ്കിൽ അത് മൂത്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ ഈ കുഞ്ഞിനെ വിട്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞ് ഞാൻ വീണ്ടും നോക്കുമ്പോൾ ഈ കൊച്ചുതേ വീണ്ടും മരത്തെ കയറിയ മാങ്ങ ഇങ്ങനെ പറിച്ചു. ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇങ്ങനെ പറിച്ച് മാവൻ കമ്പയിൽ ഇങ്ങനെ നിൽക്കുക. എനിക്ക് ആ കൊച്ചിനോട് എന്ത് തോന്നും? ഭയങ്കര ഇഷ്ടമുള്ള കൊച്ചാണ്. പക്ഷേ എനിക്ക് ആ കൊച്ചിനോട് എന്ത് തോന്നും? ഭയങ്കര ദേഷ്യം തോന്നും. ഞാൻ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു വടിയെടുത്ത് ആ കൊച്ചിനോട്ട് അടി കൊടുക്കും. പ്രിയപ്പെട്ടവർ, എൻ്റെ സ്വഭാവം മാറി. എനിക്ക് ആ സമയം വരെ ഈ കുഞ്ഞിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ മരത്തെ കയറി ആ മാങ്ങ പറിച്ചതോടെ എൻ്റെ ആ കുഞ്ഞിനോടുള്ള ഇഷ്ടം, സ്നേഹം കുറഞ്ഞു പോയി, മങ്ങിപ്പോയി. എനിക്ക് ദേഷ്യമായി, എനിക്ക് ഭയങ്കര അരിശമായി. ഞാൻ അവന് വടിയൊക്കെ എടുത്ത് അടിച്ചിട്ട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് ഇന്നലെയും കൂടെ പറഞ്ഞത് പറിക്കരുത്, ഇത് മൂത്തിട്ട് നമുക്ക് പറിക്കാമെന്ന് ഞാൻ പറഞ്ഞാൽ നിനക്കത് കേൾക്കാൻ പറ്റിയില്ലെന്ന് ചോദിച്ചു. ഞാൻ വടിയൊക്കെ എടുത്ത് അവൻ അടിക്കും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ സ്വഭാവം അവസരമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ദൈവത്തിൻ്റെ സ്വഭാവം മാറില്ല. അതെപ്പോഴും ഒരുപോലെയാണെന്ന് സുവിശേഷവും സഭയും നമ്മളെ പഠിപ്പിക്കുകയാണ്.